ഹായ് കൂട്ടുകാരെ, വളരെ വ്യത്യസ്തമായ ഒരു നൂലുകെട്ട് ചടങ്ങാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, പൊന്നീസ് കോർണറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചു ചേച്ചിയുടെയും വിഷ്ണു ചേട്ടന്റെയും കുഞ്ഞാവയുടെ നൂലുകെട്ടാണെന്ന്. അപ്പോൾ നമുക്ക് നൂലുകെട്ടിന്റെ വിശേഷങ്ങൾ കാണാം. നൂലുകെട്ടിനായുള്ള ഗണപതി ഒരുക്കെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനി കുഞ്ഞാവയും കുഞ്ഞാവയുടെ അച്ഛനും അമ്മയും എത്തിയാൽ നൂലുകെട്ട് ചടങ്ങ് ആരംഭിക്കും. ഈ കാണുന്ന തൊട്ടിൽ കണ്ടോ? ഈ നൂലുകെട്ട് ചടങ്ങിലെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഈ തൊട്ടിൽ. അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നൂലുകെട്ടിലെ ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് കുഞ്ഞാവയുടെ മുഖത്ത് പൊട്ടും കരിയും എല്ലാം ചാർത്തുക എന്നുള്ളതാണ്. ഈ പൊട്ടും കരിയും ഒക്കെ വരയ്ക്കാൻ അവകാശമുള്ളത് കുഞ്ഞാവയുടെ ആൻറ്റിക്കാണ്. അങ്ങനെ ആൻറ്റി ഇതാ കുഞ്ഞാവയുടെ മുഖത്ത് പിരികവും പൊട്ടും എല്ലാം വരയ്ക്കുകയാണ്. ഇത്രയും വലിയൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ കുഞ്ഞാവ നല്ല ഉറക്കത്തിലാണ്. ഈ പൊട്ടൊന്നും വരച്ചിട്ടും കുഞ്ഞാവ എണീക്കുന്നതേ ഇല്ല. പിരികവും കണ്ണും ഒക്കെ എഴുതി കുഞ്ഞാവനെ സുന്ദരിയാക്കിയതിനു ശേഷം കയ്യിലും കാലിലും ഒക്കെ ഓരോ കുത്തിട്ട് ദൃഷ്ടിദോഷം വരാതിരിക്കാനാണ് ഇങ്ങനെ കുത്തിടുന്നത്. കൺമശിയും ചാന്തും ഒക്കെ തൊട്ട് കൊടുത്തതിന് ശേഷം കുഞ്ഞാവയ്ക്ക് കരിവള ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നൂലുകെട്ടിന്റെ സമയമായിരിക്കുകയാണ്. ഗണപതി ഒരിക്കലും നിലവിളക്കൊക്കെ കത്തിച്ചു. ഇനി കുഞ്ഞാവയുടെ പേര് ചൊല്ലി വിളിക്കുന്ന ചടങ്ങിലേക്കാണ് പോകുന്നത്. നൂലുകെട്ടിനുള്ള സമയമായെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കണം കുഞ്ഞുവാവി ഇപ്പോൾ എണീറ്റിരിക്കുകയാണ്. ഇതാണ് അശ്വതി ചേച്ചിയും വിഷ്ണു ചേട്ടനും. ഇവരുടെ കുഞ്ഞാവയുടെ നൂലുകെട്ടാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ഇനി നമുക്ക് നൂലുകെട്ട് ചടങ്ങുകളിലേക്ക് പോകാം. ഇവിടെ വെച്ചിരിക്കുന്ന തട്ടത്തിലെ അരിയിലേക്ക് ഉറപ്പിച്ചു നിർത്തും. എന്നിട്ടാണ് പേര് ചൊല്ലി വിളിക്കുന്നത്. അങ്ങനെ ഇതാ കുഞ്ഞാവയുടെ അരിയിൽ കറുത്ത നൂല് കെട്ടി നൂലുകെട്ട് കരിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞിന്റെ നൂലുകെട്ടിനോട് ചേർന്ന് തന്നെയാണ് പേരിടൽ ചടങ്ങും നടക്കുന്നത്. അങ്ങനെ ഇതാ വിഷ്ണു ചേട്ടൻ കുഞ്ഞിൻ്റെ ഒരു കാതിൽ വെറ്റില വെച്ച് മറച്ചുകൊണ്ട് ആ രഹസ്യമായ പേര് കുഞ്ഞിൻ്റെ കാതിൽ പറയുന്നത്. അങ്ങനെ ഇതാ പേര് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കും ആ പേരറിയാം. ഈ നൂലുകെട്ട് ചടങ്ങിൽ വന്ന എല്ലാവരുടെയും മുമ്പിൽ കുഞ്ഞാവയുടെ പേര് വെളിപ്പെടുത്തുകയാണ്. ഇഷാര എന്നാണ് കുഞ്ഞാവയുടെ പേര്. വളരെ മനോഹരമായൊരു പേരാണത്. കേൾക്കാനും നല്ല രസമുണ്ട്.
കുഞ്ഞുവിന്റെ പേരിടൽ ചടങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി അമ്മയുടെ ഊഴമാണ്. അമ്മ കുഞ്ഞുവാവയ്ക്ക് കരിവളയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി കുഞ്ഞുവാവയ്ക്ക് ഓരോരുത്തരും കൊണ്ടുവന്ന സമ്മാനങ്ങൾ കൊടുക്കുന്ന സമയമാണ്. ആദ്യമായി കുഞ്ഞിന്റെ ഇളയച്ചൻ ഒരു കാൽത്താള കുഞ്ഞിനിട്ട് കൊടുക്കുകയാണ്. ആൾക്കൂട്ടവും സമ്മാനവും ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കണം കുഞ്ഞാവ കരയാൻ തുടങ്ങി. കുഞ്ഞാവയുടെ കരച്ചിൽ മാറ്റാൻ വിഷ്ണുചേട്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവനെ ആദ്യമായി തൊട്ടിലിൽ കിടത്തുന്ന ചടങ്ങാണ്. കുഞ്ഞാവെ തൊട്ടിലിൽ കിടത്തുന്നതിന് മുമ്പ് കല്ല് ഈ തൊട്ടിലിനടിയിൽ കൂടെ 3 തവണ എടുക്കുന്നൊരു ചടങ്ങുണ്ട്. അത് കുഞ്ഞാവയ്ക്ക് വേറൊരു ദോഷവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുഞ്ഞാവേനെയും ഇതുപോലെ തന്നെ 3 തവണ തൊട്ടിലിനടിയിൽ കൂടെ. ഈ ചടങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ചടങ്ങുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. തൊട്ടിലിനടിയിൽ കൂടെയുള്ള പൊക്കലും താക്കലും ഒക്കെ കഴിഞ്ഞ് കുഞ്ഞാവനെ തൊട്ടിലിൽ കിടത്തി. തൊട്ടിലാട്ടുമ്പോഴേക്കും കുഞ്ഞാവയുടെ കരച്ചിലെല്ലാം മാറി നല്ല സന്തോഷത്തോടെയാണ് ഇപ്പോൾ കിടക്കുന്നത്. കരച്ചിൽ കാരണം നേരത്തെ മാറ്റിവെച്ച സമ്മാനദാന ചടങ്ങ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ സമ്മാനമൊന്നും കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ പറ്റാത്തവർ ഇപ്പോൾ കുഞ്ഞാവയ്ക്ക് സമ്മാനം കൊടുക്കുകയാണ്. നേരത്തെ എനിക്കും കുഞ്ഞാവയ്ക്ക് സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാനും ഇപ്പോഴാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും കുഞ്ഞാവയുടെ പടം പതിപ്പിച്ച സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സ്വീറ്റ്സ് എല്ലാം അടുക്കി വെക്കുകയാണ്. അങ്ങനെ നൂലുകെട്ടെല്ലാം
എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഈശാനക്കുട്ടിയുടെ ഫോട്ടോ പതിപ്പിച്ച സ്വീറ്റ്സ് നൂലുകെട്ടിൽ വന്ന എല്ലാവർക്കും കൊടുത്തു. നൂലുകെട്ടിന് വന്ന എല്ലാവർക്കും സ്വീറ്റ്സ് മാത്രമല്ല മനോഹരമായ ഒരു സദ്യയും കൂടെ തന്നിട്ടാണ് തിരിച്ച് പറഞ്ഞയച്ചത്. സദ്യയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുഞ്ഞാവയുടെ കൂടെ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോകൾ കാണാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.